ഹായ് ഡിയേഴ്സ്, എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ആദ്യത്തെ യൂണിറ്റായ സംഖ്യാലോകം എന്നതിലെ അവസാനത്തെ ഭാഗമാണ്. ഭാഗം 6 എടുക്കുന്നത്. പാർട്ട് 1 മുതൽ 5 വരെയുള്ള വീഡിയോകൾ കണ്ടു നോക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും STD 5 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് ചെയ്തു നോക്കാനുള്ളത് പേജ് നമ്പർ 17 തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരു വിദ്യാഭ്യാസ ജില്ലയിലെ 215 വിദ്യാലയങ്ങളിൽ ഗണിത ലാബ് സജ്ജീകരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഓരോ വിദ്യാലയത്തിനും 4850 രൂപ വീതം അനുവദിച്ചു. 36 വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കുന്നതിന് 76,500 രൂപ വീതവും അനുവദിച്ചു. എങ്കിൽ ലാബുകളുടെ സജ്ജീകരണത്തിനായി പഞ്ചായത്ത് ആകെ എത്ര തുക നീക്കിവെച്ചു? അപ്പോൾ എന്താ മക്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 2 വിധത്തിലുള്ള കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യം 215 വിദ്യാലയങ്ങളിലേക്ക് ഗണിത ലാബ് സജ്ജീകരിക്കുന്നതിനായി 4850 രൂപ ആണ് അനുവദിച്ചത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് 36 വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കുന്നതിന് 76,500 രൂപയും അനുവദിച്ചു. അപ്പോൾ ഗണിത ലാബിനായിട്ടൊരു കണക്കും കമ്പ്യൂട്ടർ ലാബിനായിട്ടൊരു കണക്കുമാണ്. എന്നിട്ട് ഈ 2 കണക്കും കൂടെ കൂട്ടിയിട്ട് ആകെ എത്രയായി എന്നാണ് നമുക്ക് അറിയേണ്ടത്, അതായത് ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഗണിത ലാബിൻ്റേത് നോക്കാം. ഗണിത ലാബ് ആകെ എത്ര വിദ്യാലയങ്ങളിലേക്കാണ് വേണ്ടത്? 215 വിദ്യാലയങ്ങളിലേക്കാണ് വേണ്ടത്. അതിൽ ഒരു വിദ്യാലയത്തിന് നീക്കിവെച്ച തുക എന്ന് പറയുന്നത് 4850 രൂപയാണ്. എങ്കിൽ 215 വിദ്യാലയങ്ങളിലേക്കായിട്ട് നീക്കിവെച്ചിട്ടുള്ള ആകെ തുക എത്രയായിരിക്കും? കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. ഈ 4850നെ 215 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് ക്രിയ വരുന്നത്. ആദ്യം 4850നെ 215 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 24,250 എന്ന് കിട്ടുന്നു. അതാണ് ഞാൻ ഈ റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ 4850നെ ഈ 215 1 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്. 4850 എന്ന് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ 4850നെ 215 2 കൊണ്ട് നമ്മൾ വേറെ ആയിട്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 9,700 എന്ന് കിട്ടുന്നു. ഞാൻ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള 3 സംഖ്യകളും തമ്മിൽ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 10,62,750 എന്നാണ്. ഇനി അടുത്തതായിട്ട് കമ്പ്യൂട്ടർ ലാബിലേക്കുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ആകെ എത്ര വിദ്യാലയങ്ങളിലേക്കാണ്? 36 വിദ്യാലയങ്ങളിലേക്കാണ് കമ്പ്യൂട്ടർ ലാബ് വേണ്ടത്. ഒരു വിദ്യാലയത്തിന് അനുവദിച്ചിരിക്കുന്നത് 76,500 രൂപയാണ്. എങ്കിൽ 36 വിദ്യാലയങ്ങളിലേക്കായിട്ട് ചിലവാകുന്ന തുക എത്രയാണ്? ഈ 76,500നെ 36 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 76,500നെ 36 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം 36ലെ 6 കൊണ്ട് 76,500നെ ഗുണിക്കുക. അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുള്ള ഉത്തരം നോക്കൂ. 4,59,000 എന്ന് കിട്ടുന്നു. പിന്നെ 36ലെ 3 കൊണ്ട് 76,500നെ ഗുണിക്കുക. അപ്പോൾ 2,29,500 എന്ന് കിട്ടുന്നു. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ ആകെ കിട്ടുന്നത് എത്രയാണ്? 27,54,000 എന്നാണ് വരുന്നത്. അത്രയും രൂപയാണ് 36 വിദ്യാലയങ്ങൾക്കായിട്ട് അനുവദിച്ചിട്ടുള്ളത്. എങ്കിൽ ലാബുകളുടെ സജ്ജീകരണത്തിനായി പഞ്ചായത്ത് ആകെ നീക്കിവെച്ച തുക എത്രയാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഗണിത ലാബിനായിട്ട് അനുവദിച്ചിട്ടുള്ള 10,42,750 രൂപയിലേക്ക് 27,54,000 കൂട്ടി നോക്കുക. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എന്ത് വരുന്നു ഉത്തരം? 37,96,750 രൂപ എന്ന് വരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി വരുന്നത് 150 ഗ്രാം അരിയാണ്. ഉച്ചഭക്ഷണ പദ്ധതിയിൽ കീഴിൽ 1240 കുട്ടികളുണ്ട്. ഒരു ദിവസത്തേക്ക് ഇവർക്ക് ആകെ എത്ര കിലോഗ്രാം അരി വേണ്ടിവരും? എങ്ങനെയാണ് ചെയ്യുന്നത്? ആകെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് 1240 ആണ്. ഒരു കുട്ടിക്ക് ഒരു ദിവസം വേണ്ട അരി എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്. എങ്കിൽ ഈ 1240 കുട്ടികൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട അരി എത്രയാണ്? ഈ 1240നെ 150 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും.
എങ്ങനെയാണ് ഗുണിച്ച് നോക്കുന്നത്? 1240നെ 150 കൊണ്ട് ഗുണിക്കാൻ ആദ്യം 150ലെ 0 കൊണ്ട് ഈ 1240നെ ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം എല്ലാറ്റിലും 0 എന്നാണല്ലേ വരുന്നത്. അതാണ് ഈ റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ 150ലെ 5 കൊണ്ട് 1240നെ ഗുണിക്കുന്നു. അതാണ് ഈ ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ളത്. 6200 എന്നാണ് ഉത്തരം. പിന്നെ 150ലെ 1 കൊണ്ട് 1240നെ ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 1240 എന്ന് തന്നെ കിട്ടുന്നു. അതാണ് ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരം 1,86,000 എന്നാണ് കിട്ടുന്നത്. അത്രയും ഗ്രാമാണ് വേണ്ടി വരുന്നത്. ഇനി നമുക്കറിയാം 1000 ഗ്രാമാണ് എന്ത് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 1,86,000 എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആയിരിക്കും? അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ 1,86,000നെ 1000 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? ഈ സംഖ്യ 1000 കൊണ്ട് ഹരിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? എങ്ങനെയാണ് 1,86,000 ഹരിക്കണം 1000? നമുക്ക് ഈ സംഖ്യകളുടെ രണ്ടിലുള്ള പൂജ്യങ്ങൾ വെട്ടിക്കളയാം. അതായത് രണ്ടിലും 3 പൂജ്യം വീതമുണ്ട്. അപ്പോൾ വെട്ടിക്കളയുമ്പോൾ നമുക്ക് ബാക്കി 186 ഹരിക്കണം 1 എന്നാണ് വരുന്നത്. ഏത് സംഖ്യയെയും 1 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം ആ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതായത് 186നെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 186 എന്ന് തന്നെയാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? 186 കിലോഗ്രാമാണ് ആകെ വേണ്ടി വരുന്നത്. ഇതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു UP സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് നിർമ്മാണത്തിനായി PTA 2,36,465 രൂപ ശേഖരിച്ചു. ശേഖരിച്ച തുകയിൽ 1000 രൂപ, 500 രൂപ, 100 രൂപ, 50 രൂപ, 10 രൂപ, 5 രൂപ നോട്ടുകളാണ് ഉള്ളത്. 1000 രൂപ നോട്ടുകളുടെ എണ്ണം 100 എണ്ണമാണ്. മറ്റു നോട്ടുകൾ ഓരോന്നും എത്രയൊക്കെ ആവാം? ഏതെങ്കിലും 3 രീതികളിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് 3 രീതിയിൽ വേണമെങ്കിലും ഇതിനെ എഴുതാവുന്നതാണ്. ആകെ തുക എന്ന് പറയുന്നത് 2,36,465 രൂപയാണ് കേട്ടോ. അതിൽ 1000 രൂപ എന്ന് പറയുന്നത് 100 എണ്ണമാണ് നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1,00,000 രൂപയായി. 1000 ഗുണിക്കണം 100 എന്ന് പറയുമ്പോൾ 1,00,000 രൂപയായി. ഇനി ബാക്കിയുള്ള ഈ 1,36,465 രൂപയാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്, പല രീതികളിലാക്കി എഴുതേണ്ടത്. അതായത് ആകെയുള്ള 2,36,465 നിന്നും നമ്മൾ ഈ 1000 രൂപ, അതായത് 1,00,000 രൂപ കുറച്ചു. അപ്പോൾ നമുക്ക് ബാക്കി 1,36,465 രൂപ എന്നാണ് കിട്ടുന്നത്. ഇനി അതിനെ പല രീതിയിലാണ് എഴുതി നോക്കേണ്ടത്. നമുക്ക് ആദ്യം ഒരു രീതിയിൽ എഴുതി നോക്കാം. ആദ്യം നോക്കിക്കേ, നോട്ടുകൾ എന്ന് പറയുന്നത് 1000, 500, 100, 50, 10, 5 എന്നിവയാണല്ലേ. അപ്പോൾ 1000ൻ്റെ നോട്ടുകൾ എല്ലാറ്റിലും 100 എണ്ണം വീതമാണ്. അപ്പം 100 എന്ന് വെച്ചാൽ 1,00,000 രൂപയായി. ഇനി 500ൻ്റേത് 100 എണ്ണം വീതം ഞാൻ എടുത്തു. അപ്പോൾ ആകെ 500 ഗുണിക്കണം 100 സമം എത്രയായി? 50,000 ആയി. ഇനി 100ൻ്റേത് 500 എണ്ണം വീതം എടുത്തു. അപ്പോഴും 100 ഗുണിക്കണം 500 സമം 50,000 ആയി. ഇനി 50ൻ്റെ നോട്ടുകൾ ഞാൻ 60 എണ്ണം എടുത്തു. 50 ഗുണിക്കണം 60 സമം 30,000 ആയി. പിന്നെ 10ൻ്റെ നോട്ടുകൾ ഞാൻ 646 എണ്ണം എടുത്തു. അപ്പോൾ 646 ഗുണിക്കണം 10 സമം 6,460 ആയി. 5ൻ്റെ നോട്ട് ഞാൻ 1 എടുത്തത്. 5 ഗുണിക്കണം 1 സമം 5. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഈ 6 സംഖ്യകൾ കൂടെ കൂട്ടി നോക്കുക. അതായത് 1,00,000 കൂട്ടണം 50,000 കൂട്ടണം 50,000 കൂട്ടണം 30,000 കൂട്ടണം 6,460 കൂട്ടണം 5. ഉത്തരം എന്ത് വന്നു? 2,36,465 എന്ന് വന്നില്ലേ? ഇനി രണ്ടാമതായി ഞാൻ എടുക്കുന്ന രീതി നോക്കൂ. 1000ൻ്റേത് 100 എണ്ണം തന്നെ 1,00,000. 500ൻ്റേത് ഞാൻ 200 എണ്ണം എടുത്തു. അപ്പോൾ 500 ഗുണിക്കണം 200 സമം വീണ്ടും 1,00,000. ഇനി 100ൻ്റേത് 300 എണ്ണം വീതം എടുത്തു. അപ്പോൾ 300 ഗുണിക്കണം 100 സമം എത്രയായി? 30,000 ആയി. 50ൻ്റെ നോട്ടുകൾ 120 എണ്ണം എടുത്തു. 120 ഗുണിക്കണം 50 സമം 6,000 ആയി. 10ൻ്റെ നോട്ടുകൾ 46 എണ്ണം എടുത്തു. 10 ഗുണിക്കണം 46 സമം 460. 5ൻ്റെ നോട്ട് ഞാൻ വീണ്ടും 1 തന്നെ എടുത്തു. 5 ഗുണിക്കണം 1 സമം 5. എല്ലാം കൂടെ കൂട്ടി നോക്കാം. 1,00,000 കൂട്ടണം 1,00,000 കൂട്ടണം 30,000 കൂട്ടണം 6,000 കൂട്ടണം 460 കൂട്ടണം 5 സമം 2,36,465 എന്ന് തന്നെയാണ് വന്നത്. ഇനി ഞാൻ എഴുതുന്ന മൂന്നാമത്തെ രീതി നോക്കൂ. 1000ൻ്റെ നോട്ടുകൾ 100 എണ്ണം വീതം തന്നെ, അതായത് 1,00,000. 500ൻ്റേത് 250 എണ്ണം എടുത്തു. അതായത് 1,00,000. 500 ഗുണിക്കണം 250 സമം 1,25,000. 100ൻ്റെ നോട്ടുകൾ 100 എണ്ണം എടുത്തു. 100 ഗുണിക്കണം 100 സമം 10,000. 50ൻ്റെ നോട്ടുകൾ 20 എണ്ണം എടുത്തു. 50 ഗുണിക്കണം 20 സമം 1000. 10ൻ്റെ നോട്ടുകൾ 45 എണ്ണം എടുത്തു. 10 ഗുണിക്കണം 45 സമം 450. 5ൻ്റെ നോട്ടുകൾ 3 എണ്ണം എടുത്തു. 5 ഗുണിക്കണം 3 സമം 15. എല്ലാം കൂടെ കൂട്ടി നോക്കൂ.
1,00,000 കൂട്ടണം 1,25,000 കൂട്ടണം 10,000 കൂട്ടണം 1000 കൂട്ടണം 450 കൂട്ടണം 15 സമം 2,36,465 എന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു നോക്കാം. ഉത്തരം എന്ത് വരണം? 2,36,465 വരണമെന്ന് മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വായനാവാരം പ്രമാണിച്ച് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 587 ഗ്രന്ഥാലയങ്ങൾക്കായി 1221 പുസ്തകങ്ങൾ വീതം നൽകാൻ തീരുമാനമായി. എങ്കിൽ പദ്ധതിക്ക് വേണ്ടി ആകെ എത്ര പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും? ഇതും ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആകെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥാലയങ്ങൾ എന്ന് പറയുന്നത് 587 ആണ്. ഒരു ഗ്രന്ഥാലയത്തിന് നൽകുന്ന പുസ്തകം എന്ന് പറയുന്നത് 1221 വീതമാണ്. എങ്കിൽ 587 ഗ്രന്ഥാലയങ്ങൾക്ക് 1221 പുസ്തകങ്ങൾ വീതം നൽകുമ്പോൾ ആകെ എത്രയുണ്ടാവും? 1221 ഗുണിക്കണം 587 ചെയ്താൽ മതി. 1221 587 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ 1221 7 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്താണ്? നമ്മൾ റെഡ് കളറിൽ എഴുതിയ പോലെ 8,547 എന്ന് വരുന്നു. ഇനി ഈ 1221 8 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 9,768 ബ്ലൂ കളറിൽ എഴുതിയത്. ഇനി 1221 5 കൊണ്ട് ഇവിടെ ഗുണിക്കുന്നു. അപ്പോൾ എന്താണ്? 6,105 എന്ന് വരുന്നു. ഇനി കിട്ടിയ 3 സംഖ്യകളൂടെ കൂട്ടുക. അതാണ് ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്. എത്രയാണ്? 7,16,727 എന്നാണ് ഉത്തരം. അതായത് 7,16,727 പുസ്തകങ്ങളാണ് ആകെ വേണ്ടത്. ഇതിലെ അവസാനത്തെ ചോദ്യം നോക്കാം. 2 സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിയായ സ്ഥാനാർത്ഥിക്ക് 3,84,436 വോട്ടും എതിർ സ്ഥാനാർത്ഥിക്ക് 2,93,760 വോട്ടും ലഭിച്ചു. 1,436 വോട്ടുകൾ അസാധുവായി. എങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയാണ്? അവിടെ ആകെ എത്ര പേരാണ് വോട്ട് ചെയ്തത്? അപ്പം ഇങ്ങനെ 2 ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ? ജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് സമം 3,74,436. എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് സമം 2,93,760. അസാധുവായ വോട്ടുകൾ സമം 1,436. എങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം സമം എത്രയാണ്? ഇത്തരത്തിൽ ഭൂരിപക്ഷം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറച്ച് നോക്കണം. അതായത് ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 3,74,436 ആണ്. അതിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടായ 2,93,760 കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം 80,676 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 80,676 വോട്ടുകളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അവിടെ എത്ര പേരാണ് ആകെ വോട്ട് ചെയ്തത്? അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആകെ വോട്ടുകളും കൂട്ടി നോക്കുക. എങ്ങനെയാണ്? ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ 3,74,436 വോട്ടും എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ 2,93,760 വോട്ടും അതുപോലെ തന്നെ അസാധുവായ വോട്ടുകൾ 1,436 വോട്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരം 6,69,632 എന്ന് വരുന്നു. അത്രയും വോട്ടുകളാണ് അവിടെ ആകെ ചെയ്തത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സംഖ്യാലോകം എന്നുള്ള പാഠഭാഗത്ത് അവസാനത്തായിട്ട് ചെയ്യാനുള്ളത്. സംഖ്യാലോകം എന്നുള്ള ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകൾ നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പാഠം. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്